പ്രേമൻ ചേട്ടന്റെ അവക്കാട കൃഷിയുടെ വീഡിയോ ആണ്. ഒറ്റ മരാനുള്ള കേട്ടാ. അപ്പൊ ഇന്ന് വിളവെടുപ്പ് അടക്കാണ്. അണ്ണാ പോയേക്കാം. അണ്ണൻ അതിന് പറിച്ചു കഴിഞ്ഞാട്ടാ. ഇല്ല, പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊക്കയില്ലാത്ത താഴത്ത് തന്നെ പറിക്കാൻ പറ്റും. കാരണം ഇതിപ്പോ റംബൂട്ടനെ പറിക്കണതേ ഇങ്ങനെ പ്രൂൺ ചെയ്യാൻ പറിക്കണത്. അതല്ല, വലയിടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിന് പ്രൂൺ ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൂൺ വേറെ മറ്റേ നമ്മുടെ പക്ഷികളൊന്നും കടിച്ചിട്ട് പോയൊന്നുമില്ല. ഈ സർക്കാർ ഉദ്യോഗസ്ഥന് ഒരു പ്രത്യേകത ഉണ്ട്, നിലത്തൊന്നും നിൽക്കല. അപ്പൊ സാറ് എവിടെ ഇരിക്കണം നമുക്ക് നോക്കാം. ഏറ്റവും കുരുന്നത്തിരിക്കാണ്. അണ്ണാ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യണ? ഞാൻ പോലീസ് ഡിപ്പാർട്ട്മെന്റില്ല. അപ്പൊ മനസ്സ് വെക്കണമെങ്കിൽ കേരളത്തിലെ എന്തും വിളയും കേട്ടോ. അതെ 0 ആണ്. 34 കിലോ ആണ് ഈ കൊട്ട ഉൾപ്പെടെ വന്നിരിക്കുന്നത്. അപ്പൊ 33 കിലോ നമ്മളൊന്ന് വിളവെടുത്തിരിക്കുകയാണ്. ടോട്ടൽ എത്ര കിലോ പറിച്ചിട്ടുണ്ടോ ഇന്നിപ്പോ? ഇത് ഒരു 50 കിലോത്തിന് മേളിൽ ഉണ്ടാവും. 50 കിലോത്തിന് മേളിൽ. ഈ കാക്ക എത്ര ഗ്രാം തൂക്കം വരും? ഇത് 3 എണ്ണം ഒന്ന് 300 വരും. 3 എണ്ണം. അപ്പൊ അതിനൊരു ക്വാളിറ്റി ആണെന്ന് നേരത്തെ പറഞ്ഞതല്ല. എന്താണ് അതിന്റെ പ്രത്യേകത? ഇത്ര വലുതാകുമ്പോ ഇത്ര വലുതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വില കൂടുതൽ, മാർക്കറ്റിൽ വില കൂടി കിട്ടും. എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി ആയിട്ടാണ്. എക്സ്പോർട്ടിംഗ് ക്വാളിറ്റി. ലുലുവിലൊക്കെ ഞാൻ ചോദിച്ചപ്പോ കൊണ്ടുവരാൻ പറഞ്ഞ, പക്ഷെ എനിക്ക് അവിടം വരെ കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിന്റെ സാധ്യത ആലോചിച്ച് നോക്കണം. വിദേശ രാജ്യങ്ങളില് ഇതിന്റെ ഗുണം അറിയാം. വിദേശ രാജ്യങ്ങളിലല്ല, അത്യാവശ്യം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്ക് എല്ലാ ഇതിനെ കുറിച്ച് വലിയ ഗുണങ്ങളെ കുറിച്ച് അറിയാം. നമ്മൾ ഈ ഗുണമില്ലാത്ത സാധനങ്ങളൊക്കെ വെറുതെ മേടിച്ച് കഴിച്ചോണ്ടിരിക്കും, അസുഖക്കാരായി മാറും. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ഗുണം എനിക്ക് പ്രോട്ടീൻ കണ്ടന്റ് ഭയങ്കരമാണെന്ന് തോന്നുന്നു. എല്ലാം റിച്ച് ഫുഡാണ്. റിച്ച് ഫുഡാണ്. 10 സെന്റ് സ്ഥലത്താണ് ഈ ഫ്രൂട്ട് കൃഷിയൊക്കെ നടക്കുന്നത്. അവക്കാടാണ് ഇത്തവണ സാറിനെ രക്ഷിച്ചത്. ഇനിയിപ്പോ എത്ര സാറെ പറിക്കാനുണ്ടാവും? ഒരു 50 കിലോ ഉണ്ടാവും ടോട്ടൽ പറിക്കുമ്പോ. 10-30 കിലോ ആണ്. 10-30 കിലോ പറിക്കാനുണ്ട്. അതായത് ടോട്ടലി ഒരു 100 കിലോ 100 കിലോ അവക്കാട ഒരു ഫ്രൂട്ടിൽ നിന്ന്. അപ്പൊ സാർ ഇപ്പൊ കൊടുക്കുന്ന പ്രൈസ് എത്രയാണ്? നമ്മൾ 200 രൂപ. 200 രൂപയ്ക്കാണ് റീറ്റെയിൽ കൊടുക്കുന്നത്. ഹോൾസെയിൽ കൂടുതൽ എടുക്കുന്നവർക്ക് സാർ കൊടുത്തത് 150 രൂപയ്ക്കാണ് കൊടുത്തത്. അപ്പോൾ ഒരു മരത്തിൽ നിന്ന് സാറിന് ഹോൾസെയിലായിട്ട് കൊടുത്തപ്പോൾ കിട്ടിയ പ്രൈസ് എന്ന് വെച്ചാൽ 15,000 രൂപയാണ്. സാധ്യത ആലോചിച്ച് നോക്കണം. സാർ ഇതൊക്കെ എന്തൊക്കെയാണ് എന്റെ വളപ്രയോഗം? ചാണകപ്പൊടി, എല്ലുപൊടി, പിന്നെ കോഴിവളം. എത്ര പ്രാവശ്യം കൊടുത്ത്? ഇത് 6 മാസം കൂടുമ്പോ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം. നന ഇതിന് അത്ര വെള്ളം വേണ്ട. ആവശ്യത്തിന് വെള്ളം വേണം. മംഗോസ്റ്റിൻ പോലെയല്ല. മംഗോസ്റ്റിൻ ആകുമ്പോൾ വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞാലും കുഴപ്പമില്ല. അതിന് വെള്ളവും വേണം, തണലും വേണം. ഇത് നല്ല വെയിൽ വേണം. ആണ് ഇരിക്കുന്നത്. അതെ, ഇവിടെ അത്യാവശ്യം നല്ല മണ്ണുള്ള സ്ഥലമാണ്. ഏത് സീസണിലാണ് ഇത് കായ്ക്കുന്നത്? ഇപ്പൊ ഇതാണ് സീസൺ. അതായത് ജൂൺ മാസം കഴിയുമ്പോൾ നമുക്ക് പറിക്കാം. കായ്ക്കുന്ന ഒരു ഫ്രൂട്ടാണ്. വെച്ചിട്ട് എത്ര ആളായി സാറേ? 6 വർഷമായി. 6 വർഷം കൊണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ വളരെ കുറവായിരുന്നു. അതായത് ഒരു തൈ വെക്കണമെങ്കിൽ, ഒരു ചെറിയ പ്ലാന്റ് വെക്കണമെങ്കിൽ ഇപ്പൊ ഇതിന്റെ ബഡ് തൈ കിട്ടി. ഇത് കുരുവിട്ട് കിളുത്ത് തയ്യാ. ഇത് നമ്മുടെ ഈ നാട്ടിൽ പല സ്ഥലത്തും ഉണ്ട്. പക്ഷെ പലർക്കും അത് കായ്ക്കുന്നില്ലെന്നുള്ളതാണ്. കൃത്യമായിട്ട് പരിചരണം കൊടുക്കണമെങ്കിൽ 4-5 വർഷം കൊണ്ട് കായ്ക്കാവുന്ന വെറൈറ്റി ആയിട്ടുള്ള തൈകളുണ്ട്. കുരു ഇട്ടാലും മതി. കുരുട്ടെല്ലാം കിളുക്കുമല്ലേ? വേറെ എങ്കിൽ പോലും നല്ല പ്രീമിയം തൈയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ബഡ് തൈയാണ് കുറച്ചുകൂടി നല്ലത്. ബഡ് തൈയാണ് എടുക്കാനായിട്ട് വരുമെന്ന് പറഞ്ഞു. ഇതെടുക്കാനേ സാധനം എടുക്കാനായിട്ട് വരുമെന്ന് പറഞ്ഞായിരുന്നു. വരുന്നല്ലേ? അതായത് നല്ല ഈടുള്ള ഒരു മരമാണ് കേട്ടാ.